ഹായ്, ഇന്നത്തെ സൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യാനുണ്ട് കേട്ടോ. തുണി വിരിച്ചിട്ടതും എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. പനി വന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ത്രോട്ട് പ്രോബ്ലം ഉണ്ട്. എന്നാലും പനി വന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഒക്കെ അൽക്കുലത്തമായിട്ട് കിടക്കുകയായിരുന്നു. എല്ലാം ഒരു വശത്തേക്ക് ഒന്നും നോക്കാറുണ്ടായില്ല, അത്രയും വയ്യായിരുന്നു കേട്ടോ. മെയിനായിട്ട് അതാണ് കാര്യം. ഇപ്പോഴത്തെ പനി നിങ്ങൾക്കറിയാമല്ലോ, ഒട്ടും എണീറ്റ് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള പനിയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ഇട്ട് വെച്ചേക്കായിരുന്നു. ഒന്ന് ഒതുക്കി വെക്കണ പരിപാടിയില്ല, അല്ലാണ്ട് അതിനുള്ള അവധി ഉണ്ടായില്ല. അത് കാരണം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. തുണി കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മോർണിംഗ് തന്നെ നമ്മൾ ഈ ഒരു തുണി എടുത്തതിന് ശേഷം അടുത്ത ട്രിപ്പ് അലക്കാനിടണം. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അലക്കിയിട്ടതാണ്. ഇത് എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. പനി വന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊന്നും ചെയ്തിട്ടുണ്ടായില്ല. കുറേ വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ജസ്റ്റ് നോർമലി നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ മടക്കിയൊക്കെ വെച്ചതിന് ശേഷമാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ അതിനൊന്നും നേരമില്ലാത്ത കാരണം ഇത് നമുക്ക് ഇങ്ങനെ പാട്ടി തന്നെ എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അങ്ങനെ മെയിനായിട്ടുള്ള പരിപാടി ഈ തുണി എടുക്കലാണ്. ഇതിന് ശേഷമാണ് നമുക്ക് ഈ കിടക്കുന്ന എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യണം കേട്ടോ. അവിടെ എല്ലാവരും മോനുറങ്ങുകയാണ്. അത് കാരണം പിന്നെ ഞാൻ ഇന്ന് വാതിലടച്ചേട്ടോ. അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ നമ്മൾക്ക് 2 ബക്കറ്റ് ഉണ്ട്. അതിലൊരു ബക്കറ്റ് ഞാൻ ഇപ്പോൾ തുണികൾ കൊണ്ടുപോയി ഇട്ടായിരുന്നു. അതെല്ലാം ഞാൻ അവിടെ കൊട്ടിയിട്ടതിന് ശേഷമാണ് ഞാൻ വീണ്ടും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മെനക്കൊതുക്കി വെക്കണം. കുറേ വേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയതിൻ്റെ കുറേ കവേഴ്സും കാര്യങ്ങളും, അതുപോലെ നമ്മൾ എന്താ പറയുക സാധനങ്ങൾ ആ സമയത്താണ് കുറേ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ബോക്സും എല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു സൈഡിലാണ് തട്ടിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒതുക്കി നല്ല ക്ലിയറാക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഏകദേശം നേരം വെളുത്ത് തുടങ്ങണുള്ളൂ. 6 മണി കഴിഞ്ഞു, 6:30 ആയിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് ഈ സമയത്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും പരിപാടി കഴിയില്ല. അതാണ് അവസ്ഥ. അത്രയും പണികൾ പെൻഡിങ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഞാൻ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ പണികൾ വരാറുണ്ടോ? എനിക്ക് ഇങ്ങനത്തെ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ചെയ്യാതെ നിവൃത്തിയില്ലാത്ത കാരണം മാത്രം ഞാൻ ചെയ്യുന്ന പരിപാടികളാണ് ഇതെല്ലാം. നമ്മൾ എന്താ പറയുക, ഒട്ടും വയ്യാതാവുന്ന സമയത്ത് പിന്നെ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല. എങ്ങനെയെങ്കിലും റെസ്റ്റ് എടുത്തൊന്ന് റിക്കവർ ചെയ്യാനോ നോക്കുന്നുണ്ടായുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇനി ബാക്കിയുള്ളതൊക്കെ വേസ്റ്റുകളാണ് കേട്ടോ. എല്ലാം കൊണ്ടുവന്ന് ഞാൻ ഇപ്പോൾ അകത്തുള്ളതെല്ലാം വെറുതെ അടിച്ച് ക്ലീൻ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കുറേ ഐറ്റംസ് പുറത്തേക്ക് ഇട്ടായിരുന്നു. പിറ്റേ ദിവസമാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഇനി ഇതെല്ലാം നമുക്ക് ഇതേപോലെ ബക്കറ്റുകളിലേക്കൊക്കെ മാറ്റണം. അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ബാക്കി വീഡിയോ കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ഫുൾ ഇപ്പോൾ ഇല കൊഴിയുന്ന ടൈമാണ്. മെയിൻലി പ്ലാവിൻ്റെ ഇല നല്ലോണം കൊഴിഞ്ഞ് വീഴുന്ന സമയമാണ്. അപ്പോൾ ഇതെല്ലാം വീണിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒതുക്കിയില്ലെങ്കിൽ ഇവിടെ നിറച്ചും ഈ ഞങ്ങളുടെ ഇവിടെ ചോനൊരു ഉറുമ്പതിൽ അതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയണേന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു ഉറുമ്പുണ്ട്. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല പാടാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ താഴേക്ക് അടിച്ച് ക്ലീൻ ചെയ്തിട്ടായിരുന്നു. കണ്ടേ ഇനിയിപ്പോൾ എന്തായാലും വീണ്ടും ഒന്നുകൂടി അടിക്കണം. അതെന്തായാലും നാളെ ഇനി നടക്കുകയുള്ളൂ. അപ്പോൾ ഈ വൈകുന്നേരം വരെ നമുക്ക് നല്ല പണിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കി വീഡിയോ അവിടെ വെച്ച് ക്ലീൻ ചെയ്യണതിൻ്റെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോഴത്തേക്കും. പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അടിയും തൊടയും എന്താ പറയുക ക്ലീനിങ്ങും പാത്രങ്ങളിലും എല്ലാം കഴിഞ്ഞ് നമ്മുടെ കുക്കിങ്ങും അതിൻ്റെ അവിടെ നടക്കുന്നുണ്ടായിട്ടോ. കുക്കിംഗ് പിന്നെ രാവിലത്തെ കുക്കിംഗ് നമ്മുടെ നേരത്തെ കഴിയും. 4 മണിക്ക് 5:30 ആകുമ്പോഴേക്കും നമ്മുടെ രാവിലത്തെ കുക്കിംഗ് കഴിയും. അപ്പം അത് കാരണം വലിയ സീനില്ല. പിന്നെ ചായ അങ്ങനെ എന്തെങ്കിലും ചെറുത് മാത്രം മതി. ഇതെല്ലാം ഇവിടെ അവിടെ ഇട്ടൊക്കെ കിടക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ അഴമേന്ന് വീണ തുണിയൊക്കെ ഇവിടെ വീണെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ അധികം വരാത്തൊരു ഏരിയയാണ്. ഇതേപോലെ സാധനങ്ങൾ കൊണ്ടുവന്ന് തട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ. എന്താ പറയുക, പഴയ ഐറ്റംസ് മാത്രമേ ഈ ഒരു പരിസരത്തൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് മെയിനായിട്ട് ഇക്കാക്കയുടെ ഒരു ഏരിയയാണ്. ഇക്കാക്കയുടെ വർക്കിംഗ് ഐറ്റംസ് എല്ലാം ഇരിക്കുന്ന ഒരു ഏരിയയാണ്. അതിലേതെങ്കിലും ഒന്ന് ഞാൻ നീക്കി വെച്ചേനാൽ അതിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റം വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. പിന്നെ ഞാനത് തപ്പി കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഈ ചോദിക്കുന്ന നേരത്ത് ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിനുള്ള എന്താ പറയുക സംഭവം എവിടെയെന്ന് പിന്നെ അത് മുഴുവൻ നിലത്തിട്ട് വാരും. അത് കാരണം ഇക്കാക്കയുടെ ഒരു ബോക്സ് പോലും ഞാൻ തൊടാറില്ല. ഇക്കാക്ക എങ്ങനെയാണോ ആ ബോക്സ് വെച്ചിരിക്കുന്നത് ആ രീതിക്ക് തന്നെ ഞാൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ. എങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ
പെട്ട് അതാണ് അവസ്ഥ. അപ്പം ഇനി ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ ഇലകൾ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചുറ്റിനും വേലിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് വീശി വന്ന ഓരോരോ ഇലകൾ ഇങ്ങനെ നിറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ അടിക്കാൻ നല്ല പാടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കെന്ന് വെച്ചാൽ മുഹറോടിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പണിയും ഒരുമിച്ചെടുക്കൽ നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോഴേ കുറച്ച് ഇങ്ങനെ ഒതുക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടില്ലേ, കാക്കയുടെ മെഷീൻസൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ. അന്ന് അത് നീക്കിയൊക്കെ ഒരു യാതൊരു പരിപാടിയില്ല. കാക്കയുടെ കുറേ മെഷീൻസ് ഉണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാക്ക വെച്ചേക്കണേന്ന് എനിക്കൊരു വലിയ പിടിയില്ല. അങ്ങനെ ഈ ഒരു ഭാഗം ക്ലീനായി. ഇനി നമ്മുടെ ഏറ്റവും മുകളിലത്തെ ഒരു അവസ്ഥയാണിത്. ഇത് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു എന്തൊക്കെയോ ഇങ്ങനെ വിട്ട് ഈ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഉണങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാവ് പൂത്തേക്കണുണ്ടല്ലേ, ഈ മാവിൻ്റെ അവിടെ ഫുൾ ഇലയും കൊഴിഞ്ഞ് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതിനിപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്ന് തൊട്ടാൽ എനിക്ക് പണിയാണെന്ന് തോന്നുന്നു. കാരണം അതിൽ മുഴുവൻ ഈ പൂ വന്ന് കുഞ്ഞു മാങ്ങകൾ വന്നു തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ തൊട്ടേനാ ആ മാങ്ങ ഫുള്ള് പോകും. അത് കാരണം ഞാൻ പിന്നെ അവിടെ ഒന്നും തൊട്ടില്ല കേട്ടോ. ആ ഒരു ഭാഗം മാത്രം ഒഴിച്ചിട്ട് ബാക്കിയാണ് കേട്ടോ ക്ലീൻ ചെയ്യണേ. ഇങ്ങനെ ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് എന്തൊരു എളുപ്പമാണ്. ഇത് ഞാൻ എത്ര മണിക്കൂർ എടുത്ത് ചെയ്ത പരിപാടിയാണെന്നറിയാമോ. അത്രയും വിസ്താരമായിട്ടുള്ളൊരു സ്ഥലമാണത്. അതിങ്ങനെ ഒതുക്കി കൊണ്ടുവരൽ നല്ല ടഫാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് പരിപാടി 5 സെക്കൻഡ് എടുത്തുള്ളൂ എന്ന് എൻ്റെ ഒരു ധാരണ. അധികം ടൈമൊന്നും എടുത്തില്ല. ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ ഉമ്മ പറയുമായിരുന്നു ഒന്ന് മുറ്റടി സൈഡ് എന്നൊക്കെ. ഞാൻ തിരിഞ്ഞൂടി നോക്കില്ല. ഞാനാണ് ഇപ്പോൾ ചൂലും വെച്ചെടുക്കുന്നത്. ഇവിടെ വേറെ 2 ടൈപ്പ് ചൂലുണ്ട് കേട്ടോ. പക്ഷേ എനിക്കത് പറ്റില്ല. എനിക്ക് കുറ്റിച്ചൂല് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ അതേ കുറ്റിച്ചൂലും വെച്ചാണ് ഞാൻ ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വിട്ടു പോരുന്നില്ല കേട്ടോ. ഫുള്ളിങ്ങനെ ക്ലീനായിട്ട് പോരുന്നില്ല. അതിങ്ങനെ ഇനിയും വിടാനുണ്ട്. ഇനി അടുത്ത തവണത്തെ അടിയിൽ അത് ക്ലിയർ ചെയ്ത് പോകുമെന്ന് തോന്നുന്നു. ഈ പൂപ്പലുണ്ടല്ലോ, പൂപ്പലിങ്ങനെ തറയിൽ ഉറച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഈ ചൂടിൻ്റെ കാര്യങ്ങൾ കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ, ഇവിടുത്തെ ഈ മുകളിലത്തെ ആ സംഭവം ഇങ്ങനെ ഇളകുന്ന പോലെ സിമെൻറ്റ് കിടന്ന് ഇളകുന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇതെന്താണ് ഒന്നും. പക്ഷെ ഞാൻ നടക്കുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനെ ഇളകുന്നൊരു ഫീല്. ഇനി എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്ന് അറിഞ്ഞൂടാ. ഈ കാക്കാനെ കൊണ്ടുവന്ന് ഒരു ദിവസം കൊണ്ടുവന്ന് കയറ്റി നോക്കണം. ഇന്നിപ്പോൾ ഏകദേശം ഇത്രയും ക്ലീനിങ് ചെയ്തപ്പോൾ തന്നെ 5:45 ആയി. ബാങ്ക് കൊടുക്കുന്ന ടൈമായി. ഇനി ഇത് മാത്രമല്ല, ഇതിനി നമുക്ക് കൊണ്ടുപോയി കത്തിക്കുകയും വേണം. അപ്പോൾ ഇനി ഈ സൈഡും കാര്യങ്ങളും അടിക്കാൻ ടൈമില്ല കേട്ടോ. അത് കാരണം ഞാൻ വിചാരിച്ചു ഇനി ബാക്കിയെല്ലാം നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് വെക്കാം. ഈ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി തീർക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ. എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ 2 ആഴ്ചത്തെ കത്തിക്കാനുണ്ടായിട്ടോ. ഇപ്പോൾ നമ്മൾ അടിച്ചു വാരി കൊണ്ടുവന്ന എല്ലാ സാധനവും ഒരു ട്രിപ്പ് ഇട്ടു. പിന്നെ അതല്ലാണ്ട് നമുക്ക് വേസ്റ്റ് കാര്യങ്ങൾ കുറേ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഇങ്ങനെ വേർതിരിച്ചിട്ടിട്ടുണ്ടായില്ല. പനി കാരണം എല്ലാവരും കൊണ്ടുവന്ന് ആ വേസ്റ്റ് ഹോട്ടലിലേക്ക് തട്ടല പരിപാടി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇപ്പം ഞാനതെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്ലാസ്റ്റിക് എല്ലാം വേറൊരു കവറിലേക്ക് ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ്. നോർമലി ഇങ്ങനെ ചെയ്ത് ഭയങ്കര പാടാണ് കേട്ടോ. അത് കാരണം ഞാൻ നോർമലി സെപ്പറേറ്റ് കിറ്റിലാക്കി വെക്കല പതിവ്. എന്നിട്ട് ഈ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആൾക്കാർ വരും. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കല പതിവ്. ഇതിപ്പോൾ എനിക്ക് അതിനുള്ള ഈ തിരിച്ചെടുത്ത് വെക്കാനുള്ള മൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ലൈറ്ററൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് കണ്ടുപിടിച്ചെടുത്തുകൊണ്ട് വന്ന് കത്തിച്ചെങ്കിലും അതൊന്നും കത്തിയില്ല കേട്ടോ. അങ്ങനെ വീണ്ടും പോയി അടുത്ത ലൈറ്റർ എടുത്ത് ആ ലൈറ്റർ എടുത്തപ്പോൾ എൻ്റെ മോനും എൻ്റെ കൂടെ പോകുന്നു കേട്ടോ. അവനെ കാണിക്കാണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ടഫാണ്. അവൻ വന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യും. ചെയ്തില്ലേ ചൂടത്ത് പോയി ഇതേപോലത്തെ തീയിട്ട് കത്തിക്കുന്നതാണ് അവൻ്റെ പരിപാടി. അത് കാരണം ഞാൻ ഇത്രയും കാര്യങ്ങളിലൊന്നും അടുപ്പിക്കാറില്ല കേട്ടോ. പിന്നെ ടിഷ്യൂ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അൺബോക്സിൻ്റെ കുറേ പേപ്പേഴ്സും കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഈ സൺഡാ മുഖം നല്ല ബ്ലഷായിട്ടിരിക്കുന്നുണ്ട്. ഉമ്മച്ചിയുടെ വേപ്പാണ് ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിക്കാൻ ഉമ്മ എന്നെ ആട്ടും. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ തന്നെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് കേട്ടോ പോരുന്നത്. അങ്ങനെ അവസാനം ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുത്ത് പിന്നെ നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ ഈ സൺഡേ കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. ബൈ.
ടേക്ക് കെയർ.